ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ചുരിദാറാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ലൈനിങ് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പം ഇതൊരു ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന വീഡിയോയാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ 2 മീറ്റർ ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പൊക്കം കൂടുതലുള്ളവരാണെങ്കിൽ ഒരു 2.25 2.5 ഒക്കെ എടുത്തോണേ. നമുക്കിപ്പോൾ 2 മീറ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിനെ 4 ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത്. എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ലെങ്ത് നമുക്കിപ്പം ഈ 2 മീറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മടക്കി ഇട്ടതിന് ശേഷം ലെങ്ത് നോക്കുമ്പോൾ 40 ഇഞ്ച് കിട്ടുവേ. നമുക്ക് എത്രയാണോ മെയിൻ ക്ലോത്തിന് വേണ്ട ലെങ്ത് അതിൽ നിന്നൊരു 2-3 ഇഞ്ച് കുറച്ച് നമ്മൾ ലൈനിങ് ക്ലോത്തിന് ലെങ്ത് എടുത്താൽ മതിയേ. ഇനി നമ്മുടെ ടോട്ടൽ ഷോൾഡറിൻ്റെ നേരെ പകുതി കാണുക. എന്നിട്ട് അതാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആം ഹോളിനും നമ്മൾ ആ ഷോൾഡറിന് മാർക്ക് ചെയ്തത് തന്നെ ആം ഹോളിനും കൊടുക്കുക. ഇവിടെ നിന്നും കറക്റ്റ് ആണോ എന്നൊന്ന് അളവ് നോക്കുക. എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഏതൊരളവുകാരും അവനവൻ്റെ അളവാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ലൂസ് കൊടുക്കാം. അതിനുശേഷം 2 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്ക് സീം അലവൻസ് കൊടുക്കാവേ. തയ്യൽ തുമ്പ് അത് ഓരോരുത്തർക്കും നമ്മളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ വേസ്റ്റ് പോയിൻ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഓരോരുത്തർക്കും അവനവൻ്റെ അളവ് എത്രയാണോ അതാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു 13.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അത് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുക. സീം അലവൻസ് 2 ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവേ. നമ്മളിപ്പോൾ 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് കൊടുത്താലും മതിയേ. ആ രീതിയിലാണ് നമ്മൾ അവിടവും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മളുടെ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഹിപ്പ് പോയിൻ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മളിപ്പോൾ ഒരു 19 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതും നമ്മളുടെ പൊക്ക വ്യത്യാസം അനുസരിച്ച് ഒരു 1/2 ഇഞ്ച് വീതമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി കിട്ടുവേ. ഇനി നമ്മളുടെ ടോട്ടൽ ഹിപ്പിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് 1 ഇഞ്ചേ നമ്മൾ സീം അലവൻസ് കൊടുക്കാവുള്ളൂ. സ്ലിറ്റ് ഇടാനാണെങ്കിൽ 1 ഇഞ്ചേ കൊടുക്കാവുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്കവിടെ ചുളുക്കം അനുഭവപ്പെടുവേ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു തരത്തിലും വൃത്തിയാവത്തില്ല. ഇനി നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് സ്ലാൻ ലൈൻ വരയ്ക്കാനായിട്ട് മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിൽ നിന്ന് നമ്മളുടെ ഈ ഷോൾഡർ പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ആം ഹോൾ ഇങ്ങനെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് ഇത് ബാക്ക് ആം ഹോളാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് ഒരു 1.5 ഇഞ്ചോളം ഒക്കെ വരുവേ. ഇനി നമ്മൾ ആ പോയിന്റിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോളായിട്ട് മാറുന്നത്. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വരച്ച് പോകാവേ. ഇനി നമ്മൾ സ്ക്വയർ നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. അതിന് നമ്മൾ 2.5 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുത്തത്. പിന്നീട് നമ്മളതൊരു 3 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. അതും നമ്മൾ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. ആദ്യമേ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എല്ലാം ഒന്ന് വരച്ച് കഴിഞ്ഞപ്പോൾ തോന്നി അത് 3 ഇഞ്ച് ആക്കാവുന്നേ. അപ്പോൾ നമ്മൾ 6 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനാണ് നമ്മൾ 6 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 2.5 ഇഞ്ച് തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടത്തിന് 2.5 3 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാവേ. 3-ൽ കൂടുതലൊക്കെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഓപ്പൺ ആയി പോവേ. അപ്പോൾ 3 വരെയൊക്കെ കൂടി വന്നാൽ കൊടുത്താൽ മതി. 6 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2.5 ഇഞ്ചാണ് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്താൽ മതിയേ. ഇനി നമ്മൾ ഈ ഒരു സ്ലാൻ ലൈൻ പോയിന്റിലേക്ക് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് ഭാഗത്തെ നമ്മളുടെ നെക്കിന് ഒരു 4 ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത്. അതും നമ്മൾ ഇതേ തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ നെക്കിന് ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ 2.5-3 ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 2.5-3 ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങ് ചെയ്താൽ മതിയേ. അപ്പോൾ നമ്മളിപ്പോൾ 3 ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് ഫ്രണ്ട് പോർഷന് 6ഉം ബാക്ക് പോർഷന് 4ഉമാണ് കൊടുത്തിരിക്കുന്നത്. ആ രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മളുടെ നെക്കിനെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇത്രയും ഭാഗം അങ്ങ് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ബാക്ക് പോർഷൻ ഒരുമിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യാവേ. ഇപ്പം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുമ്പം ഫ്രണ്ട് പോർഷൻ പിന്നീടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ്. ഇനി ഈ ഫ്രണ്ട് പോർഷൻ്റെ നെക്കും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാവേ. അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോൾ ആ പോയിന്റിൽ വന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്തോണേ, അല്ലെങ്കിൽ അത് വ്യത്യാസം വരും. അങ്ങനെ വരാൻ പാടില്ല. നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ. ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ബാക്ക് പോർഷനിൽ വരച്ചിട്ടില്ലേ, അതുവഴിയേ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാവുള്ളൂ. ഫ്രണ്ട് പോർഷൻ നമുക്ക് പിന്നീട് അറ്റാച്ചൊക്കെ ചെയ്തതിന് ശേഷം, മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക്
കട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഹിപ്പ് വരെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തെ നമുക്ക് ഈ ഹിപ്പിൻ്റെ അതേ വിഡ്ത്ത് വേണമെങ്കിൽ കൊടുക്കാം, അല്ല എങ്കിൽ നമുക്ക് 1.5 1.25 ഇഞ്ച് കൂടെ വിഡ്ത്ത് കൂട്ടിയും കൊടുക്കാവേ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ പോയിൻറ്റുകളെ തമ്മിൽ യോജിപ്പിച്ച് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചുരിദാർ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ തയ്ച്ച് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ ഭാഗങ്ങളെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പം നമ്മളുടെ ലൈനിങ് ക്ലോത്തിൽ എല്ലാ അളവുകളും നമ്മൾ കൃത്യമായിട്ട് ഇപ്പം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഹിപ്പിൻ്റെ ഭാഗത്ത് ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നു, നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 2 പീസസും ഇതിപ്പോൾ റെഡിയായിട്ട് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും റെഡിയായി ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ഒരു അളവിലേക്ക് നമ്മളുടെ മെയിൻ ക്ലോത്തിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മെയിൻ ക്ലോത്തിന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ലെങ്ത് ലൈനിങ് ക്ലോത്തിനെക്കാട്ടിലും കൂടുതൽ ഇട്ടോണം. നമ്മുടെ ആവശ്യത്തിന് ലെങ്ത് എത്രയാണോ അത് നമ്മൾ മെയിൻ ക്ലോത്തിന് ഇട്ടോണേ. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ലൈനിങ് ക്ലോത്തിൻ്റെ ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. മെയിൻ ക്ലോത്തിനെയും നമ്മൾ ആ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ അളവിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ടം ഭാഗം ലൈനിങ് ക്ലോത്തിൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മളിതിനെ തമ്മിലിനി അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ നമ്മുടെ ഈ ചുരിദാർ സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചുളുക്കമായി പോകും, വൃത്തിയില്ലാതെ വരുവേ. അപ്പോൾ വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യണം. നമ്മൾ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല വശമാണേ, നല്ല വശത്തിലേക്ക് നമ്മളുടെ ഈ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കുക. ലൈനിങ് ക്ലോത്തിൻ്റെയും സെൻറ്റർ കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് നല്ല സെക്യൂറായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് എത്ര പിൻ കുത്തണോ അത്രയും പിന്നെ അവിടെ ഇവിടെ എല്ലാം കുത്തി നല്ല നീറ്റാക്കി നമ്മൾ വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നല്ല നീറ്റാക്കി വെച്ച് ഈ ഒരു നെക്കിൻ്റെ ഭാഗം മാത്രമേ നമ്മളിപ്പം ഇങ്ങനെ പിൻ കുത്തി കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ ചതുരത്തിലൊക്കെയുള്ള നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം ഇതുപോലെ നമ്മൾ വളരെ സ്ലോയിൽ ഇങ്ങനെ ചെയ്ത് വന്ന് ഈ ഒരു പോയിൻറ്റിൽ വരുമ്പോൾ നമ്മളിവിടെ സൂചി കുത്തി നമ്മുടെ ക്ലോത്തിനെ തിരിച്ചു കൊടുത്ത് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് നല്ല നീറ്റാക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അടുത്ത പോയിൻറ്റിൽ വരുന്നു. എന്നിട്ട് അവിടെയും പിൻ കുത്തി കൊടുത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ പോയിൻറ്റുകളെ എല്ലാം ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം കട്ട് ചെയ്ത് എടുക്കേണ്ടത്. നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ ഒരു ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ ഈ 2 പോയിൻറ്റിലും സ്മോൾ കട്ടിട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ലൈനിങ് ക്ലോത്തിനെ ഇങ്ങനെ തിരിച്ചു കൊടുത്ത് ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി നമ്മൾ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഈ പോയിൻറ്റിൽ വരുമ്പോൾ സൂചി കുത്തി നിർത്തി നമ്മൾ ഇപ്പുറയിലേക്ക് തിരിച്ചെടുത്ത് നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓരോ പോയിൻറ്റിൽ വരുമ്പോഴും നമ്മൾ അവിടെ സൂചി കുത്തി തിരിച്ചെടുത്തായിരിക്കണം ആ ഭാഗം ഇങ്ങനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അയൺ ചെയ്തുകൂടെ കൊടുക്കുമ്പോൾ ഇത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുവേ. ഇതേ രീതിയിലാണ് നമ്മൾ ബാക്ക് പോർഷനും ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ട് ഇപ്പം നമുക്ക് നല്ല ഭംഗിക്ക് നമ്മളുടെ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗവും ഇതുപോലെയാണ്. ഇനി നമ്മൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം പേൾപ്പിൻ നമ്മൾ ഇതുപോലെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ലൈനിങ്ങുമായിട്ട് നന്നായിട്ട് അറ്റാച്ച് ഇരിക്കുന്നത് പോലെ അടുത്തടുത്ത് തന്നെ അങ്ങ് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ഭാഗവും നമ്മൾ കുത്തി കൊടുത്ത് ബാക്കി താഴേക്കുള്ള ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ അയൺ ചെയ്ത് കൊടുത്ത് നല്ല നീറ്റാക്കി കൊടുത്ത് വേണം നമ്മളിങ്ങനെ താഴേക്ക് ഇതുപോലെ കുത്തി കൊടുക്കാനായിട്ട്. ഇതെല്ലാം നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഓടി വന്ന് പെട്ടെന്ന് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കരുത്. കുറച്ച് സമയം എടുത്ത് ചെയ്യണം, എങ്കിലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ പിൻ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുവേ. ഇങ്ങനെ നമ്മൾ ഈ സൈഡുകളെല്ലാം ഇതുപോലെ അയൺ ചെയ്ത് ഓരോ പ്രാവശ്യവും താഴേക്ക് നമ്മളിങ്ങനെ അയൺ ചെയ്ത് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഈ സൈഡുകളെല്ലാം നല്ല ഭംഗിക്ക് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒട്ടും വ്യത്യാസമില്ലാതെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും തമ്മിൽ ഈ തുടിച്ച് കിടക്കുക അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല നീറ്റായിട്ട് കിട്ടുവേ. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു
നമ്മളുടെ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ആ പിൻ കുത്തി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇതുപോലെ നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതിൻ്റെ ബോട്ടം ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ തിരിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. എല്ലാം നമ്മൾ പിൻ കുത്തി കൊടുത്തേക്കുന്നത് കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങി പോകത്തില്ല. നമ്മൾ വളരെ അടുത്തടുത്താണ് താനും ഇതുപോലെ പിൻ കുത്തി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമേ. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗങ്ങൾ മൊത്തം അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ലൈനിങ് ക്ലോത്തിലേക്ക് നമ്മളുടെ മെയിൻ ക്ലോത്തിനെ അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് ഇത് ഒട്ടും ചുളുക്കമൊന്നും ഇല്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ മുൻവശം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു, അത് വരച്ചിട്ടതേ ഉള്ളായിരുന്നു. ആ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ടുകൂടെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടേ. നമ്മൾ ഈ ബാക്ക് പോർഷനും നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇതേ സെയിം മെത്തേഡിലാണ് ബാക്ക് പോർഷനും നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ബാക്ക് പോർഷനും അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡറുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്യാണ്. ഇൻവിസിബിളായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മുടെ ലൈനിങ് ക്ലോത്തിനെ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിൻറ്റുകൾ തമ്മിൽ ഷോൾഡർ പോയിൻറ്റുകൾ തമ്മിൽ കറക്റ്റായിട്ടായിരിക്കണം ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മളൊന്ന് പിൻ കുത്തി കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് പിടിച്ച് ഈ ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 ടൈംസ് ചെയ്ത് കൊടുത്തോണേ. അടുത്ത ഷോൾഡർ പോയിൻറ്റും നല്ല വശങ്ങൾ തമ്മിൽ ആദ്യമേ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ ലൈനിങ് ക്ലോത്തിനെ നമ്മൾ ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അപ്പം നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ തമ്മിൽ നമ്മളുടെ കറക്റ്റായിട്ടിരിക്കണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങിപ്പോകരുത്, നല്ല നീറ്റായിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. അപ്പം നമ്മളിങ്ങനെ എന്നിട്ട് ഈ ഒരു ഭാഗവും നല്ല നീറ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനെ അങ്ങ് നിവർത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിവർത്തി കഴിയുമ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ് കണ്ടോ ഉള്ളിൽ പോവുക. അപ്പോൾ ഇൻവിസിബിളായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമ്മളുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അറ്റാച്ച് എല്ലാം ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു നമ്മളുടെ ഇതിൻ്റെ ഇന്നർ ഭാഗം ഇതുപോലെയാണ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുമേ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇപ്പം നമ്മൾ 2 സൈഡും ആം ഹോളിൻ്റെ ഭാഗമെല്ലാം അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനാണ് എടുക്കേണ്ടത്. ആ ബാക്ക് പോർഷനിൽ നമ്മൾ നമ്മുടെ സ്ലീവിനുള്ള അളവെടുക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അളവ് കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു നമ്മളുടെ തയ്യൽ തുമ്പ് വരെയുള്ള അളവെടുത്താൽ മതി. അപ്പം നമുക്ക് ഇങ്ങനെ വരുമ്പം 17 ഇഞ്ചെന്ന് ടോട്ടൽ കിട്ടും. ഒരു സൈഡിൽ 8.5 കിട്ടുവേ. ആ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അത് ഒരുപാട് വലിച്ചൊന്നുമല്ല ചെയ്യേണ്ടത്, നോർമലായിട്ട് അങ്ങ് അളന്നാൽ മതിയേ. ഇനി നമ്മളുടെ സ്ലീവിനായിട്ടുള്ള ക്ലോത്തിനെ നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു ക്ലോത്തിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 10.5 ഇഞ്ചോളം ഒക്കെ ഉണ്ട്. അപ്പോൾ 8.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ 8.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒരു 3.5 ഇഞ്ച് നമ്മൾ ഇങ്ങനെ നമ്മളുടെ ഡൗൺവേഡ് കൊടുക്കുന്നു. എന്നിട്ട് ആ പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു കോർണർ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പോയിൻറ്റുകളെ തമ്മിൽ ഉള്ളതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ടുള്ളതിൻ്റെയും കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പോയിൻറ്റിൽ നിന്നുള്ള ഇവിടേക്കും കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് മുകളിലേക്ക് ഈ പോയിൻറ്റിൽ നിന്ന് താഴേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഓവൽ ഷേപ്പ് വരുന്ന രീതിയിൽ ഈ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവന്ന് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്ലീവ് നല്ല നീറ്റായിട്ട് കിട്ടും. എന്നിട്ട് 2 ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുക. എന്നിട്ട് ആ പോയിൻറ്റിലേക്ക് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ബോട്ടം ഭാഗത്ത് നമുക്ക് എത്രയാണോ ഇവിടെ ഓപ്പൺ വേണ്ടത് അത് കൊടുക്കുക. എന്നിട്ട് 2 ഇഞ്ചോളം നമ്മൾ ഇവിടെയും തയ്യൽ തുമ്പ് കൊടുക്കുക. എന്നിട്ട് ഈ പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ
ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാനുള്ളൊരു മെത്തേഡാണ്. ഈ രീതിയിൽ ചെയ്താൽ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യുമേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ വരച്ച് കൊടുത്തിരിക്കുന്ന അതുപോലെ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തുകൂടെ എടുത്താൽ മതി. അപ്പം നമ്മളുടെ സ്ലീവ് ഇവിടെ റെഡിയായി ലഭിച്ചിട്ടുണ്ട്. നമുക്ക് സ്ലീവിന് ഇപ്പം ലെങ്ത് കുറച്ച് കുറവാണ്, നമുക്ക് ക്ലോത്ത് അത്രയേ ഉള്ളായിരുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ ബോട്ടം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സ്ലീവിന് ലെങ്ത് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തർക്ക് ആവശ്യത്തിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതായിരിക്കണം നമ്മളുടെ സ്ലീവിന് കൊടുക്കേണ്ടത്. ഇനി നല്ല വശങ്ങളെ തമ്മിൽ വെച്ച് കൊടുത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ല വശങ്ങളെ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മളൊരു 1 ഇഞ്ചോളം ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുന്നിടം നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് വരേണ്ടതാണ്. അപ്പം നമ്മൾ ആ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഡിഫറൻസ് നമുക്കിവിടെ ഇങ്ങനെ വരണേ. അത് ഇനി നമ്മളിത് വെച്ച് കൊടുക്കുന്ന രീതി കാണിക്കാവേ. നമ്മളുടെ മെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ സ്ലീവ് എടുക്കുമ്പോൾ ആ കുഴിച്ച് വെട്ടിയ ഭാഗം നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലായിരിക്കണം ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളിവിടെ വെച്ച് കൊടുക്കുന്ന രീതിയും കൂടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ ഷോൾഡർ പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് നമ്മളിങ്ങനെ വെക്കുന്നു. അപ്പോൾ കുഴിച്ച് വെട്ടിയ ഭാഗം നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇവിടെ ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ ക്ലോത്തിനെ പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ വളരെ ക്ലോത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ നോർമലായിട്ട് അങ്ങ് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് പിടിച്ച് നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് തന്നെ തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതിയേ. ആ സെൻറ്റർ ചെയ്ത പോയിൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ ഇപ്പുറത്തെ വശത്തിലേക്കും ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗം സ്ലീവ് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമേ. നമ്മളിപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഒട്ടും വലിക്കാതെ, ക്ലോത്തിനെ ഒട്ടും വലിക്കാതെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിനെല്ലാം പ്ലേലിസ്റ്റ് ഉള്ളതാണ്. അപ്പം ആ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നതാണ്. അത് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മളിങ്ങനെ 2 സ്ലീവും ചെയ്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കണം. നമ്മൾ ഈ ഒരു ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ പിന്നീട് ഇതിലേക്ക് വേറെ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യാത്തത്. അപ്പം അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുള്ളൂ. സൈഡ് നമ്മൾ എത്രയാണോ നമുക്ക് ആ എല്ലാ അളവുകൾ കറക്റ്റ് ഇട്ടിരിക്കുന്നത് അതുവഴി നമ്മളുടെ സ്ലിറ്റിൻ്റെ ഭാഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. ആ സ്ലിറ്റിന് ഇട്ടിരിക്കുന്ന പോയിൻറ്റിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. 1 ഇഞ്ചേ നമ്മളവിടെ വിട്ട് കൂടുതൽ ഇട്ടിട്ടുള്ളൂ. അത് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണേ നമ്മൾ അങ്ങനെ ഇടാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ 2 സൈഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്ത് ഈ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. വളരെ സ്ലോയിലായിരിക്കണം, കുറേശ്ശെ എടുത്തായിരിക്കണം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ വീഡിയോയിൽ നല്ല ഫാസ്റ്റായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് വളരെ സ്ലോയിൽ തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗമെല്ലാം പിൻകുത്തി നമ്മുടെ സൂചി കുത്തി നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്ത് ഓരോ പോയിൻ്റ് വരുമ്പോഴും നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ച് കൊടുത്തായിരിക്കണം ഫുൾ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ അടുത്ത സൈഡിൽ വരുമ്പോഴും ആ ഒരു ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്ത് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ലിറ്റൊക്കെ ചെയ്തെടുക്കുന്ന വീഡിയോസ് നമ്മൾ വളരെ സ്ലോയിലുള്ളതൊക്കെ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിലുള്ളതാണ്. ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മളിവിടെ സൂചി കുത്തുന്നു, വീണ്ടും തിരിക്കുന്നു, അടുത്ത ഭാഗം മടക്കി കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഇങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഒരുപാട് അങ്ങ് ഇങ്ങനെ മടക്കണ്ട, കുറേശ്ശെ മടക്കി അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. മടക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ബാക്കി ചെയ്യുക, വീണ്ടും മടക്കി അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ ക്ലോത്തിനെ പിടിച്ചൊട്ടും വലിക്കരുത്. ക്ലോത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും ചുളുക്കം ഇല്ലാതെ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടുമേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു ചുരിദാർ ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. ഈ താല്പര്യമുള്ളവർക്ക്, സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നമുക്കൊരു ഇൻസ്റ്റ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അതുകൂടെ. താങ്ക് യു ഫോർ വാച്ചിങ്.